ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു നാടൻ ഊണാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, പക്ഷേ ഉള്ള ഈ 2-3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ലൊരു കോമ്പിനേഷനാണ്. ചേമ്പ് ഈ ഒരു രീതിയിലൊക്കെ തോരനൊക്കെ വെക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസിലൊക്കെ വരുന്നൊരു 4 ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 450 ഗ്രാമാണ് ഇട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. കുറച്ച് ചെറുതായിട്ട് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആദ്യം ഒരു മൺചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. ചേമ്പ് വേവിക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൺചട്ടി ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഗ്യാസ് കത്തിക്കൊന്നും വേണ്ട. ആദ്യം ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 8-10 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും, ഇനി ഒരു 3 പച്ചമുളകും ഒരു 2 അല്ലി മാത്രം വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പച്ചമുളകിന് പകരം കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള നല്ല കൊത്തിയരിഞ്ഞ് അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് പിന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം കൈ കൊണ്ടങ്ങ് തിരുമ്മി മിക്സാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചേമ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതൊരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ടൊരു 5-10 മിനിറ്റ് കൂടെ ചെറിയ തീയിലൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടും. ഓരോ ചേമ്പിനും വേവിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് വേവാവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നല്ല പാകം കറക്റ്റ് വേവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോവാത്ത രീതിയിൽ, എന്നാൽ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുള്ള രീതിയിൽ ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ചെറുതായി മുറിച്ചതോടെ ഇട്ടിട്ട് ഇതങ്ങ് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു തോരന് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ആ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സിമ്പിൾ ഐറ്റം തന്നെയാണ്, പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചേമ്പ് ഇതുപോലെയൊക്കെ തോരൻ ഉണ്ടാക്കുന്ന ദിവസം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല മത്തി വറുത്തതും അതുപോലെ തന്നെ മത്തി മുളകിട്ട് കറി വെച്ചത് കേട്ടോ. അത് 3ഉം കൂടെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നല്ല ചൂടുള്ള ചോറ് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള കുറച്ച് മീൻ കറിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീൻ വറുത്തതും പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചേമ്പ് തോരനും എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റിനാണ് കേട്ടോ. അതായത് ഒരുപാട് കറികൾ, ഉപ്പേരി, തോരൻ, അച്ചാർ അങ്ങനെയൊന്നും ഇല്ലാതെ, പക്ഷേ ഈ ഇത്ര കാര്യങ്ങൾ മാത്രം കൂട്ടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ദിവസം ലഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്